നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ പ്ലാവ് ഉണ്ടല്ലോ, കുഞ്ഞ് പ്ലാവുമ്പോൾ ചക്ക ഉണ്ടായി. അതിൻ്റെ ചക്കന്ന് 5-10 ചുള കിട്ടിയുള്ളൂ കേട്ടോ. അതിൻ്റെ കുറച്ച് കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് ചക്കക്കുരു. അപ്പോൾ ഈ ചക്കക്കുരു കളയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ചക്കക്കുരും കയ്പ്പയ്ക്കയും കൂടിയിട്ട് നല്ല രസകരമായ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് അടിപൊളിയാണ്. കയ്പ്പയ്ക്ക തന്നെ വെക്കണേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടും ഈ ചക്കക്കുരും കൂടി ഇട്ടാലേ കേട്ടോ. നമുക്ക് വെക്കാം. നിങ്ങൾക്കിനി ചക്കക്കുരു കിട്ടുമ്പോഴേ ഒരു കയ്പ്പയ്ക്കും കൂടി മേടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. നല്ല രസമാണ്. ചക്കക്കുരു ഒരിക്കലും കളയാൻ പാടില്ല. അത്ര ചക്കയും ചക്കക്കുരുമൊക്കെ വളരെ നല്ലതാണ് എന്ന് പുതിയ ശാസ്ത്രം അല്ലേ, പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആരും ഒന്നും കളയില്ല. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഒക്കെ സൂക്ഷിച്ച് വയ്ക്കും. വേവിച്ച് വെക്കാം, ഉണക്കി വെക്കാം, പലതരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പം ഞാൻ ഇന്ന് ചക്കക്കുരു, ഇത് 10 ചക്കക്കുരു ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് സുഖമായിട്ടൊരു മെഴുക്ക് പറ്റി വയ്ക്കുമ്പോൾ കയ്പ്പയ്ക്കുണ്ട്. ഓക്കെ, തുടങ്ങാം കേട്ടോ. ചക്കക്കുരു വെട്ടിയിട്ട് 4ആക്കി പൊളിക്കുക. പൊളിച്ചിട്ട് കുക്കറിൽ അടപ്പത്ത് വയ്ക്കുക. ഇത്തിരി ഉപ്പ്, ചക്കക്കുരുലേക്ക് ഉള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് അടപ്പത്ത് വയ്ക്കുക. അത് വേവുമ്പോൾ അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ. ചക്കക്കുരു 4ആക്കി കീറിയിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചു കേട്ടോ. കണ്ടോ, ഒരു വിസിൽ വന്നുള്ളൂ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞിട്ടില്ല. ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ, ഉടയണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് കയ്പ്പയ്ക്ക വാരിയിടാം കേട്ടോ. ഞാൻ നുറുക്കി വെച്ച് 2 കയ്പ്പയ്ക്കയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ കയ്പ്പയ്ക്ക ഇട്ടു. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ചക്കക്കുരുൽ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കയ്പ്പയ്ക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ നമ്മൾ ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മഞ്ഞളും ഉപ്പുമൊക്കെ എല്ലായിടത്തും ആവാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കാം. വെള്ളം ഇനി ഒഴിക്കണ്ട, കാരണം അടിയിൽ വെള്ളം ഉണ്ട്. ഇത്തിരി ചക്കക്കുരു വേവാനൊഴിച്ച വെള്ളം അതിൽ കിടക്കുന്നുണ്ട്. അത്ര വെള്ളം മതി. മെഴുക്ക് പുരട്ടിക്കല്ലേ, അധികം വേണ്ട. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ വരുത്താം. അധികം വേവണ്ട, പതുക്കെ ഒരു വിസിൽ വരുത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ട് ഒരു 5-10 ചുമന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5-6 വറ്റൽമുളകും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം. അതിനുശേഷം ഉള്ളിയിട്ടിട്ട് പതുക്കെ ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് ചതച്ചെടുക്കുക. അധികം അരയാൻ പാടില്ല, ഒറ്റ ക്രഷിങ്. ഇതാ കണ്ട, നല്ല എരിവും നല്ല സ്വാദൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചെയ്താലാണ് ഏറ്റവും സ്വാദ് ഉണ്ടാവുക. അരിഞ്ഞിടണേക്കാളും നല്ലത് ഇങ്ങനെയാണ്. കല്ലുമ്മ ചതച്ചാലും മതി. ഇനി തുറന്നു നോക്കാം കേട്ടോ. ഇതാ ഉടഞ്ഞിട്ടില്ല, വെന്തിട്ടുണ്ട്. കണ്ടോ. ഇത് ഉള്ളി മുപ്പിക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഒന്ന് ചൂടാവട്ടെ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി. നമുക്കിനി ഉള്ളി ചതച്ചത് ഇടാം. ഉള്ളിയും മുളകും ചതച്ചത് ഇടാം. ഇനി 2 കറിവേപ്പിലയും ഇടാം കേട്ടോ. കറിവേപ്പില ഇട്ടു. ഇളക്കാം. നന്നായിട്ട് മൂക്കണ വരെ ഒന്ന് ഇളക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മുളക് മൊരിഞ്ഞിട്ടുണ്ട്, ഉള്ളി മൂത്തിട്ടുണ്ട്, നല്ല വാസന വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഈ കയ്പ്പയ്ക്കും ചക്കക്കുരും വേവിച്ച് വെച്ചിരിക്കുന്നത് ഇടാം. ഉപ്പും മഞ്ഞപ്പൊടിയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അത് കാരണം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടതില്ല. എല്ലാം ഒരുമിച്ചിട്ടു. ഇനി ഇളക്കാം കേട്ടോ. കുറച്ച് ചെറുതായിട്ടൊരു വെള്ളത്തിലുണ്ട്, അതായത് ഒരു കുഴമ്പൻ പാകത്തിലാണ് കേട്ടോ. ഈ ചക്കക്കുരു ഇട്ട കാരണം കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. കയ്പ്പയ്ക്കയുടെ കയ്പ്പതിൽ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ചക്കക്കുരു നല്ലതാണ് കഴിക്കണത്. ചക്കയുടെ കുരുവിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുരു പൊടിപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് കളയാറില്ലേ പതിവ്. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ പഠിച്ചു. ഭക്ഷണങ്ങളോട് കേടാവാണ്ട് സൂക്ഷിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ട്. ചക്കയുടെ വിഭവങ്ങളെല്ലാം വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. ഷുഗറുള്ളവർക്കൊക്കെ
ഏറ്റവും ബെസ്റ്റാണ് പച്ചച്ചക്ക. കറി വെച്ച് കഴിക്കുന്നതും പച്ചക്ക് തന്നെ നമുക്കൊക്കെ. സൂപ്പറാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ചക്കക്കൂര് കളയാറ് പതിവ്. ഇപ്പോൾ ചക്കക്കൂര് കളയേണ്ട, ചക്കക്കൂര് കൊണ്ട് പലതരത്തിലുള്ള കറി വയ്ക്കാം. കയ്പ്പയ്ക്കയിലിട്ട് നോക്കുമത് സൂപ്പറാണെന്നറിയോ. ആദ്യം ഞങ്ങൾ വയ്ക്കാറില്ല, ഇപ്പോൾ വെച്ച് നോക്കിയപ്പോഴാണ് രുചി കണ്ടത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഓക്കെ, ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരിക്കൽ, പക്ഷെ കാണാത്തവർക്ക് വേണ്ടി ഇട്ടതാട്ടോ ഇത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്. ഓക്കെ.